നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇനി വേറെ ഭാഷകൾ അഭിനയിക്കാനൊക്കെ പ്ലാൻ ഉണ്ടോ? തമിഴിൽ അഭിനയിച്ചു, തെലുങ്ക് തെലുങ്കിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നു. തെലുങ്കിലൊരു ഡയലോഗ് പറഞ്ഞു. యాడు నీకు సూర్యగానే పెళ్ళి చేసింది నేను పెళ్ళనాథను సీరి చూడల పిల్లని ఎవరు గొప్ప എന്ന് വെച്ചാൽ തെലുങ്ക്. ആലോചിച്ച് നോക്കി ഒന്ന്, ഞാന് വലിയ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ കളി കണ്ടിട്ടാണല്ലോ പെൺകുട്ടികൾ ക്യാരക്ടറെ പറ്റി പറ. അതാണ് പറയണത്, ഭയങ്കര നന്മയുള്ള ക്യാരക്ടർ. ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഓരോ കിലോ നന്മ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കും. ഫുട്ബോൾ കളി നല്ല പ്ലെയറാണ്. അപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, 4 പേരുണ്ടായതല്ലേ. പ്രചോദേട്ടനെ നമ്മളെപ്പോഴും സിനിമയിൽ കണ്ടിട്ടുള്ളത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഏത് സിനിമയിലാണ് ലാസ്റ്റ് അങ്ങനെ കണ്ടിട്ടുള്ളത്? താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്? ഇതിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഷൈൻ ജോർജിന്റെ ഒരു കാര്യം പറഞ്ഞില്ല, അവസാനമായിട്ട് കണ്ട എന്റെ സിനിമയുടെ പേര്. ഞാനോ എനിക്ക് കുറച്ച് ക്ലൂ തരും. ഞാൻ എടുത്തിട്ട് വരട്ടെ. പണ്ട് നല്ല കളുകൂടിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. കുറ്റം പറഞ്ഞു അയാളെ കണ്ട കളുകൂടി. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പണ്ടോട്ടുള്ള ഈ ഒരു പരിചയമായതുകൊണ്ട് അറിയുമായിരുന്നു പുള്ളി ഇന്ന് നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ എത്തുമെന്ന് അന്നേ. അതെ അതെ, ആ പുള്ളി അവിടെ വന്നിട്ട് ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ നോക്കിട്ട് ചിത്രം എന്ന് പറയുന്ന ചിത്രം 5 ആൺമക്കളെ കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ കഥ. അച്ഛനുണ്ട്, അച്ഛനില്ലാതെ കൊച്ചുങ്ങളുണ്ടാവില്ലല്ലോ. എനിക്ക് ഒരു വിശ്വാസമില്ല, പക്ഷെ ഭയങ്കര പേടിയാ. ഇവിടെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന സാധനങ്ങൾക്ക് പോലും ക്വാളിറ്റി ഇല്ല. എല്ലാവരും ക്യാൻസർ വന്ന് സെറ്റ് ആയപ്പോ പറയാ ഇത് കേടാണെന്ന്. അതെ, സെർലാക്കൊക്കെ ഇപ്പൊ ഉണ്ടായതല്ലേ. സിനിമ കാണാതെ ഇന്റർവ്യൂ മാത്രം കണ്ട് ഷൈൻ ചേട്ടന്റെ ഫാൻ ആയി എന്ന് ഒരു തിയേറ്റർ ഇന്റർവ്യൂസ് മാത്രം കാണിക്കാം. ഫസ്റ്റ് ഷോ കാണാം.